CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണയിലെ ആശുപത്രികൾ കഴുത്തറുപ്പൻ കോർപ്പറേറ്റുകളല്ലെന്നും MLA പറഞ്ഞു. വെള്ളിനേഴി പഞ്ചായത്തിലെ അടയ്ക്കാപുത്തൂർ മരമില്ലിന് സമീപത്തെ കാഞ്ഞിരപ്പുഴ കൈക്കനാലിലേക്ക് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. കനാലിലൂടെ വെള്ളമൊഴുകുന്ന സമയത്താണ് ഇരുട്ടിന്റെ മറവിൽ കനാലിലേക്ക് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. അഴിമതിയും അപാകതകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ആദിവാസികൾക്കുള്ള ഭൂവിതരണം നിർത്തിവെച്ചതെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരി. മറിച്ചുള്ള പ്രചാരണങ്ങൾ വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബിന്ദു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF ഭരണസമിതി ബോധപൂർവം വൈകിപ്പിച്ചതായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആചാരപ്പെരുമയോടെ ചിനക്കത്തൂർ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. 7 ദേശങ്ങളിൽ നിന്നുള്ള പൊന്നണിഞ്ഞ ഗജവീരന്മാരും വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വൈകുന്നേരത്തോടെ കാവിലെത്തി. കുതിരകളിയും കാണികൾക്ക് ആവേശമായി. കഴിഞ്ഞ 5 വർഷമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണയിലെ ആശുപത്രികൾ കഴുത്തറുപ്പൻ കോർപ്പറേറ്റുകളല്ലെന്നും MLA പറഞ്ഞു. ഒരു അഭ്യർത്ഥന ഹോസ്പിറ്റലുകളോട് വെക്കുമ്പോൾ ആ ഹോസ്പിറ്റലുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു പിന്തുണ ഉണ്ടല്ലോ, അത് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്ര ഒരു പേഷ്യന്റിനെ കഴുത്തറക്കുന്ന ഒരു കഴുത്തറപ്പൻ കോർപ്പറേറ്റുകളല്ല നമ്മളെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകൾ എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഏറ്റവും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പൊതുപ്രവർത്തകർ. പക്ഷെ ഏറ്റവും വലിയ അവഗണനയാണ് നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷം ഈ ജനറൽ ആസ്പത്രി നേരിട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാവരും പലപ്പോഴും രാഷ്ട്രീയമായിട്ട് തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നാണ്. പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ നിയമസഭക്കകത്ത് തന്നെ നമ്മൾ അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നതാണ്. മലപ്പുറം ജില്ലയിൽ കൊടിയ അവഗണന നേരിടുന്നതിൽ ഏറ്റവും വലിയ അവഗണന നേരിടുന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയാണ്. 294 ഡോക്ടേഴ്സിനെ നിയമിച്ചപ്പോൾ വെറും 4 പേരെയാണ് മലപ്പുറം ജില്ലയിലേക്ക് 10% ജനസംഖ്യയുടെ 10% ജനങ്ങളുള്ള ഒരു നാട്ടിലേക്ക് നിയമിച്ചത്. എന്നിട്ട് ഞാൻ എത്ര പിന്നാലെ നടന്നു എന്നറിയോ ആരോഗ്യമന്ത്രിയുടെ. CCN പെരിന്തൽമണ്ണ. അഴിമതിയും അപാകതകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ആദിവാസികൾക്കുള്ള ഭൂവിതരണം നിർത്തിവെച്ചതെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരി. മറിച്ചുള്ള പ്രചാരണങ്ങൾ വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബിന്ദു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല ആദിവാസികളാണ് അവിടെ തടഞ്ഞത്. ഇത് സത്യത്തിൽ ബോധ്യമായതുകൊണ്ടാണ്. ഇത് എങ്ങനെ കണ്ണു ചിമ്പിയാലാണ് ഈ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കുക എന്നുള്ളത്. ഇത് ഇത്രയും ജനങ്ങൾ ഇത് കണ്ടിരിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, 300 ആദിവാസികളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു 100ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ITDP ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡെപ്യൂട്ടി കലക്ടർ ഇരിക്കുന്നുണ്ട്. സത്യസന്ധമായ നറുക്കെടുപ്പാണ്. എന്തുകൊണ്ട് ആദിവാസികളെ അവിടുന്ന് മാറ്റിയിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് നറുക്ക് തുടർന്നുകൂടാ? കുറ്റമറ്റ രീതിയിൽ ആളുകൾക്ക് ഭൂമി നൽകണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി വിതരണം പാതി വഴിയിൽ നിർത്തിവെക്കുകയാണുണ്ടായത്. സത്യസന്ധമായി നറുക്കെടുപ്പ് നടത്തി ആദിവാസികൾക്ക് മുമ്പിൽ തെളിയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. 3ഇടത്ത് കൊടുക്കാനായി നിർദ്ദേശിക്കപ്പെട്ട ഭൂമിയുടെ ടോക്കൺ ഒരു കുടത്തിൽ നിക്ഷേപിക്കുകയും ബാക്കി വന്ന എല്ലാ അപേക്ഷകരുടെയും പേരുകൾ ബ്ലാങ്ക് പേപ്പറിൽ അതേ കുടത്തിൽ നിക്ഷേപിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഉച്ചകഴിഞ്ഞ് മറ്റൊരു കുടം കൊണ്ടുവരികയും സർക്കാർ ഉത്തരവിൽ ഇല്ലാത്ത ഭൂമി ഒരു പഞ്ചായത്തിലെ ഒരേ വാർഡിലുള്ള ആളുകളുടെ പേര് മാത്രം നിക്ഷേപിച്ച് ആ കുടത്തിൽ ഇടുകയും ആ കുടത്തിൽ നിന്നും പ്ലോട്ടുകൾ മാത്രം നറുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവർക്ക് 20 സെന്റ് വീതമാണ് കൊടുക്കുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നില്ല. ഇത് ആദിവാസികളോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണെന്നും ബിന്ദു ആരോപിച്ചു. 417 കുടുംബങ്ങൾക്ക് പറഞ്ഞത്. ഈ 417 കുടുംബങ്ങൾ ജനങ്ങൾ കേൾക്കുമ്പോ 417 കുടുംബങ്ങൾക്കാണ് അവിടെ നമ്മൾ മുടക്കം വരുത്തുന്നത്. ഈ 417 കുടുംബങ്ങളിൽ ഒരു അർഹത എന്ന് പറഞ്ഞ കണ്ടെത്തിയവർ എത്ര ആളുണ്ട് എന്ന് കരുതി പറയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഈ മനുഷ്യരെ കണ്ണിൽ ഒരു പൊടിയിടാൻ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾക്ക് കൊടുത്തെങ്കിൽ അത്
സത്യസന്ധമായിട്ട് ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു എന്നുള്ളത് ഇവർക്ക് പറയാലോ. അതിനകത്ത് ആ നോട്ടീസിൽ പോലും ഇത്ര പ്ലോട്ടാണുള്ളത്, ഇത്ര കുടുംബങ്ങളെയാണ് ഞങ്ങൾക്ക് അനുകൂലമില്ലാത്തവരെ വിമർശിക്കും, അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്യും. കാരണം നമുക്ക് അനുകൂലം ഇല്ലെങ്കിൽ പിന്നെ ഇവരൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമല്ലല്ലോ. ഞങ്ങൾ 2005 15 ഇതേ നിലപാടെടുത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ പറയുന്നതൊന്നും ആൾക്കാർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നേതാക്കന്മാര് കേൾക്കാനിട്ട് തിരിച്ച് നിലപാടെടുത്ത ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഈ 26 തിരിച്ച നിലപാട് ഞങ്ങൾ എടുക്കും. അതാണ് ഞങ്ങളെ നിലപാട്. നമുക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ വരെക്കെതിരെ ചെയ്യാൻ കഴിയും. ഞങ്ങളെ വേണ്ടാത്ത സർക്കാരും ഞങ്ങളെ വേണ്ടാത്ത നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ഞങ്ങളെ ഈ ചെറിയൊരു രീതി വെച്ചിട്ട് അത് ഞങ്ങൾ ചെയ്യും. നമുക്കിപ്പോ ഈ കേരളത്തില് പോയിട്ട് 14 ജില്ലയിലും പോയിട്ട് എന്താണോ ഇനി അടുത്ത ദിവസം അധികാരത്തിൽ വരാൻ പാടില്ലാതെ പറയാനുള്ള ശേഷിയും കഴിവും സംഘടന ശക്തിയൊന്നുമില്ല. നമ്മുടെ ഈ ചെറിയ ജില്ലയിലെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുണ്ടോ അതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കും. ആദിവാസികളെ സഹായിക്കാത്തവർക്കെതിരെ വരുന്ന നിയമസഭയിൽ പ്രവർത്തിക്കുമെന്നും ബിന്ദു പറഞ്ഞു. ഗിരിദാസ്, വിജയൻ, ബാലൻ, സക്കീർ മോങ്ങം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ആചാരപ്പെരുമയോടെ ചിനക്കത്തൂർ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. 7 ദേശങ്ങളിൽ നിന്നുള്ള പൊന്നണിഞ്ഞ ഗജവീരന്മാരും വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വൈകുന്നേരത്തോടെ കാവിലെത്തി. കുതിരകളിയും കാണികൾക്ക് ആവേശമായി. പകൽ 2 മണിയോടെ ക്ഷേത്രം കോമരങ്ങൾ പറവാദ്യത്തിന്റെ അകമ്പടിയോടെ കുതിരകളെ ഇളക്കിയതോടെ പൂരനഗരി സജീവമായി. പടിഞ്ഞാറൻ ചേരിയിൽ 8 കിഴക്കൻ ചേരിയിൽ 8 കുതിരകൾ അണിനിരന്ന കുതിരകളി പൂരത്തിന്റെ മുഖ്യ ആകർഷണമായി മാറി. വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നിശ്ചല ദൃശ്യങ്ങളും വണ്ടിവേഷങ്ങളും വാദ്യമേളങ്ങളോടെ കാവിലെത്തി. കുതിരകളിൽ സുഗമമായി നടത്തി അവസാനിപ്പിക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് അറിയിപ്പ്. കുതിരകളിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും കൂത്തുമാട്ടേട്ട് മുൻപത്തിൽ കയറി വരുന്ന ആളുകൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നതാണ്. മാറണം. കുതിരകളിൽ വേണ്ട സ്ഥലത്തോടെ ചെയ്തോണം. ഇതിന് കൂടെ ആളുകൾ മാറിക്കൊടുക്കണം. കുതിരകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടെ നടന്ന ആനപ്പൂരത്തിൽ ഇരുചേരികളിലുമായി നിരവധി ഗജവീരന്മാർ അണിനിരന്നു. പടിഞ്ഞാറൻ ചേരിയിൽ 17 ആനകളും കിഴക്കൻ ചേരിയിൽ 10 ആനകളുമാണ് പൂരത്തിന് അണിനിരന്നത്.
മേളപ്രേമികളെ ഹരം കൊള്ളിച്ച പാണ്ടിമേളത്തിന് പടിഞ്ഞാറൻചേരിയിൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും നേതൃത്വം നൽകി. എഴുന്നള്ളത്തെത്തിയതോടെ വൈകിട്ട് 6:30 നടന്ന വർണ്ണാഭമായ കുടമാറ്റം പൂരനഗരിയെ വിസ്മയിപ്പിച്ചു. പകൽപൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വെടിക്കെട്ട് നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ദേശങ്ങളിൽ നിന്നുള്ള ആനപ്പൂരം വീണ്ടും കാവിലെത്തും. CCN ഒറ്റപ്പാലം. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ 10ാം ദിവസമായ തിങ്കളാഴ്ച ദേശവേലകളുടെ സംഗമം നടന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 11ഓളം ദേശവേലകൾ ക്ഷേത്രമുറ്റത്തൊത്തുചേർന്ന പാട്ടുഘോഷം ആകർഷണമായി മാറി. വൈകുന്നേരം വടക്കുഭാഗത്തു നിന്നും തെക്കുഭാഗത്തു നിന്നും പ്രത്യേക സമയക്രമം പാലിച്ചാണ് ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വടക്കുഭാഗത്തു നിന്ന് ആനമങ്ങാട്, കൃഷ്ണപ്പടി, എടത്തറ, പള്ളിപ്പടി, പരിയാപുരം, പാറൽ ശിവക്ഷേത്രം, മുഴന്നമണ്ണ എന്നീ ദേശവേലകൾ അണിനിരന്നു. തെക്കുഭാഗത്തു നിന്നും മണലായ, പുന്നക്കോട്, മുഴന്നമണ്ണ തെക്കുമുറി, തിരുത്തിൻകോട് കതിർവേല, പുന്നക്കോട് ശിവക്ഷേത്രം എന്നീ വേലകളും ക്ഷേത്രസന്നിധിയിലെത്തി. രാത്രി 8:20 മുതൽ 9:30 വരെ നടന്ന ദേശവേലകൾ ചേർന്നുള്ള കൂട്ടിമേളം നാദവിസ്മയമായി. തുടർന്ന് നടന്ന നാദസ്വരം, ഡബിൾ തായമ്പക, കേളി, കളമ്പാട്ട് എന്നീ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ഭക്തർ സാക്ഷ്യം വഹിച്ചു.
താലപ്പൊലി ദിനമായ ചൊവ്വാഴ്ച ചന്ദ്രഗ്രഹണമുള്ളതിനാൽ ചടങ്ങുകളിൽ സമയമാറ്റം വരുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്ക് താലപ്പൊലി കൊട്ടിപ്പുറപ്പെട്ട് 4 മണിക്ക് കൊട്ടിയിറങ്ങും. രാത്രി 11 മണിക്ക് ആകാശവിസ്മയവും അരങ്ങേറും. ബുധനാഴ്ച ചവിട്ടുകളിയും നടക്കും. CCN പെരിന്തൽമണ്ണ. ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അലനല്ലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. അലനല്ലൂർ പുത്തൂർ സ്വദേശി വലിയ പീടിയേക്കൽ ഹരിദാസന്റെ മകൻ ഹരീഷാണ് അന്തരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. അലനല്ലൂർ വെട്ടത്തൂർ പാതയിലെ 7 തലയിൽ വെച്ച് ഹരീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹരീഷിനെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. CCN ചെത്തല്ലൂർ. വെള്ളിനേഴി പഞ്ചായത്തിലെ അടയ്ക്കാപുത്തൂർ മരമില്ലിന് സമീപത്തെ കാഞ്ഞിരപ്പുഴ കൈക്കനാലിലേക്ക് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. കനാലിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്താണ് ഇരുട്ടിന്റെ മറവിൽ കനാലിലേക്ക് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് റോഡരികിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള ഇടത്തിന് സമീപം വാഹനം നിർത്തിയാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. സമീപത്തെ മരമില്ലിനോട് ചേർന്നാണ് നിലവിൽ മാലിന്യം തളം കെട്ടി നിൽക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന 25ഓളം തൊഴിലാളികൾക്ക് മാലിന്യത്തിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പരാതിയുണ്ട്. ജനവാസ മേഖലയിലും ജലസ്രോതസ്സുകളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ എത്രയും വേഗം അന്വേഷണം നടത്തി കർശന ശിക്ഷ ഉറപ്പാക്കണമെന്ന് മില്ലുടമ സക്കീർ നമ്പിയത്ത് ആവശ്യപ്പെട്ടു. ഒരാഴ്ചയായിട്ട് വിസർജ്യ വസ്തുക്കൾ കനാലിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് വെള്ളം പോകുന്ന സമയത്ത് തന്നെ സൈഡിലിട്ടിട്ട് ഭയങ്കരമായ സ്മെല്ലും ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ അദ്ദേഹം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിന് ബന്ധപ്പെട്ടിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് വിശദമായി അപേക്ഷിക്കാം. നാട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാര്യത്തിൽ. പിന്നെ കനാൽ വെള്ളം പോകുന്നതാണ് ഇതൊന്നും താഴത്തേക്ക് പോകുന്നതൊക്കെ അതിന് അസുഖത്തിൻ്റെ ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. വിസർജനത്തിലുള്ള വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് അരകുറിശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചെറിയാറാട്ട് തിങ്കളാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പൂരമഹോത്സവത്തിന്റെ പ്രധാനാഘോഷമായ വലിയാറാട്ട് ചൊവ്വാഴ്ച നടക്കും. ചെറിയാറാട്ട് ദിനമായ തിങ്കളാഴ്ച ആറാട്ടിന് ശേഷം പകൽ ഓട്ടൻതുള്ളൽ, നാഗസ്വരം, തായമ്പക, കൊമ്പ്, കുഴൽപ്പറ്റ എന്നീ ചടങ്ങുകൾ നടന്നു. രാത്രി 10 മണി മുതൽ ആറാട്ടെഴുന്നള്ളത്ത്, മേളം, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടുവിളക്കിനോടനുബന്ധിച്ച് എഴുന്നള്ളത്ത്, ഓട്ടൻതുള്ളൽ, നാഗസ്വരം, തായമ്പക, നാടൻപാട്ട് തുടങ്ങിയവയും അരങ്ങേറി. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 5 വർഷമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണയിലെ ആശുപത്രികൾ കഴുത്തറുപ്പൻ കോർപ്പറേറ്റുകളല്ലെന്നും MLA പറഞ്ഞു. വെള്ളിനേഴി പഞ്ചായത്തിലെ അടയ്ക്കാപുത്തൂർ മരമില്ലിന് സമീപത്തെ കാഞ്ഞിരപ്പുഴ കൈക്കനാലിലേക്ക് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. കനാലിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്താണ് ഇരുട്ടിന്റെ മറവിൽ കനാലിലേക്ക് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. അഴിമതിയും അപാകതകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ആദിവാസികൾക്കുള്ള ഭൂവിതരണം നിർത്തിവെച്ചതെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരി. മറിച്ചുള്ള പ്രചാരണങ്ങൾ വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബിന്ദു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF ഭരണസമിതി ബോധപൂർവം വൈകിപ്പിച്ചതായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആചാരപ്പെരുമയോടെ ചിനക്കത്തൂർ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. 7 ദേശങ്ങളിൽ നിന്നുള്ള പൊന്നണിഞ്ഞ ഗജവീരന്മാരും വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വൈകുന്നേരത്തോടെ കാവിലെത്തി. കുതിരകളിയും കാണികൾക്ക് ആവേശമായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.